لحضرة سيدنا مصطفى محمد صلى الله عليه وسلم سيدنا إمامنا بن عطاء الله السكندري رضي الله عنه أستاذنا وشيخنا أستاذ الأساتذة تاج العلماء ونور العلماء وقمر العلماء سيدنا تقي الدين محمد الدارمي القادري رضي الله عنه. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. ഹിക്കമിന്റെ 39ാമത്തെ ഹിക്മത്ത് ലാ തർഫഅൻ ഇലാ ഗൈരിഹി ഹാജത്തൻ ഹുവ മൂരിദുഹാ അലൈക. അല്ലാഹു അല്ലാത്തവരിലേക്ക് ഒരാവശ്യത്തിനെയും നീ ഉയർത്തണ്ട. എങ്ങനത്തെ ആവശ്യം? ഹുവ അല്ലാഹുവാണ് മൂരിദുഹ, ആ ആവശ്യത്തിനെ ഇറാദ് ചെയ്തത് അലൈക നിന്റെ മേൽ അതിനെ ആവശ്യക്കാരനാക്കിയത് അല്ലാഹുവാണ്. അതുകൊണ്ട് നീ അല്ലാഹുവോട് ചോദിച്ചോ, വേറെ ആരോടും ചോദിക്കണ്ട. ഫകൈഫ യർഫഉ ഗൈറുഹു മാ കാന ഹുവ ലഹു വാദിഅ. എങ്ങനെ അല്ലാഹു അല്ലാത്തവൻ ഉയർത്തുന്നത് മാ ഒരു കാര്യത്തിന് കാന ഹുവ അല്ലാഹുവായി ലഹു ആ സംഗതിയെ വാദിയൻ വെക്കുന്നവനായി. മൻ ലാ യസ്തതിഉ അൻ യർഫഅ ഹാജത്തൻ അൻ നഫ്സിഹി, അവന്റെ സ്വന്തം ആവശ്യത്തിനെ തൊട്ട് സ്വന്തം നഫ്സിനെ തൊട്ടുള്ള ആവശ്യത്തിനെ ഉയർത്താൻ കഴിവാകാത്തവൻ ഫകൈഫ യസ്തതിഉ, അവൻ എങ്ങനെ കഴിവാകും അൻ യകൂന ലഹാ അൻ ഗൈരിഹി റാഫിഅ, ആ ഹാജത്തിനെ ഉയർത്താൻ എങ്ങനെ കഴിവാകും? അൻ ഗൈരിഹി, അവനല്ലാത്തവരെ തൊട്ട് റാഫിയൻ ഉയർത്തുന്നവനാകാൻ എങ്ങനെ കഴിവാകും? ഫകൈഫ യസ്തതിഉ അൻ യകൂന റാഫിയൻ ലഹാ അൻ ഗൈരിഹി, അല്ല ഫകൈഫ യസ്തതിഉ അൻ യകൂന ലഹാ അൻ ഗൈരിഹി റാഫിയൻ. ഇബാറത്ത് തഖദ്ദും ആഖിറൊക്കെ ഉണ്ട്. അപ്പൊ എന്തൊരാവശ്യം അല്ലാഹു തആല നമ്മളിലേക്ക് വെച്ച ആവശ്യങ്ങളാണ് നമ്മൾ അല്ലാഹുവിനോട് തന്നെ ചോദിച്ച് വീട്ടിൽ തീർക്കണം. അതതിന്റെ അർത്ഥം. വേറെ ആരെയും അവിടെ കാലുപിടിക്കാൻ നടക്കണ്ട. വലിയ വലിയ മഹാന്മാരങ്ങനാണ്. അതുകൊണ്ടല്ലേ എന്താണ് മഹാനായ സയ്യിദുന ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞത്, ഏയ് നിനക്ക് പോകാം, നിങ്ങൾക്ക് പോകാം, എനിക്ക് നിങ്ങളിലേക്ക് ഒരാവശ്യവുമില്ല. എന്നാ പിന്നെ പടച്ചോനോട് ചോദിച്ചോളി. പടച്ചോനോട് ഞാൻ ചോദിക്കുന്ന ഇൽമുഹു ബിഹാലി യുഗ്നി അൻ സുആലി, അത് അയലാ മർത്തബയാണ്. നമുക്കാണെങ്കിൽ ചോദിക്കാം. ചോദിച്ചോളി. ചോദിക്കൽ റസൂലുള്ളാഹിന്റെ സുന്നത്താണ്, ചോദിക്കാം നമുക്ക്. ഇദാ അവറദല്ലാഹു തആല അലൈക ഹാജത്തൻ, അല്ലാഹു നിന്റെ മേലൊരു ഹാജത്തിനെ ഇറാദ ചെയ്തു, കൊണ്ടുവന്നു. ഔ അൻസല ബിക നാസിലത്തൻ, അല്ലെങ്കിൽ നന്നിൽ അല്ലാഹു തആല ഒരു ഇടങ്ങേറ് ഇറക്കി. എന്നാ പായാലും നീ മനസ്സിലാക്കണം, അന്നഹു ലാ റാഫിയ ലഹാ സിവാഹു, അവനല്ലാതെ തന്നെ ഉയർത്തുന്നവനില്ല. ഇത് യസ്തഹീലു അൻ യർഫഅ ഗൈറുഹു മാ കാന ഹുവ ലഹു വാദിഅ. അല്ലാഹു വെച്ച ഒന്നിനെ അല്ലാഹു വെച്ചവൻ തന്നെ എടുത്തോണ്ട് പോട്ടെ എന്ന് വേറെ ആർക്കും അതിനെ എടുക്കാൻ കഴിയില്ല. അത് മുഹാലാണ്. ലിസുബൂത്തി തൗഹീദിഹി في أن لا فاعل إلا الله لا فاعل إلا الله لا رافع إلا الله لا فاعل سواه وإذ هو غالب على أمره, അവൻ എല്ലാ കാര്യങ്ങളുടെ മേലും അവൻ അതിജയിക്കുന്നവനാണ്. അവന്റെ എല്ലാ വിഷയങ്ങളിലും ലാ യുഗാലിബുഹു, അവനെ അതിജയിക്കുകയില്ല അഹദുൻ. വയസ്തഹീനു അയ്നൻ, വീണ്ടും മുഹാലാണ് അൻ യർഫഅഹു അൻക, തന്നെ തൊട്ട് അതിനെ ആ ഒരു വിഷയത്തെ ഉയർത്തൽ. ഹാജത്തൻ അവൻസലമിക്കൻ നാസിലത്തൻ, മാ ഒരു കാര്യം, അത് അയ്യർഫഅഹു ആ ഒരു കാര്യത്തെ, ഇത് മാ കാന ഹുവ ലഹു വാദിഅൻ എന്ന് പറഞ്ഞാൽ ആ ഒരു കാര്യത്തിന് ഉയർത്താനും പറ്റില്ല. മഹാലാണ് അംഗം തന്നെ തൊട്ട് ആരുമൻ ഒരുവൻ ലാ യസ്തതിഉ, അവന് കഴിവല്ല അയ്യർഫഅഹ ആവശ്യത്തിന് ഉയർത്തൽ അൻ നഫ്സി, അവന്റെ നഫ്സിനെ തൊട്ടുള്ള ആവശ്യത്തിന് ഉയർത്താൻ അവന് കഴിവില്ല. എപ്പോഴും ലൗ നസലത്ത് ആവശ്യം ബിഹി അവനിൽ ഇറങ്ങിയാൽ കാനലി സുബൂത്തി അജിസിഹി വദുഅഫിഹി, അവന്റെ അജിസും അവന്റേതായ ദുഅഫൊക്കെ സുബൂത്താണ്. വമിനൽ മുഹാലി, മുഹാലിൽപ്പെട്ടതാണ് തഅല്ലുഖുക ഫീ ഹാജതിക ബിമൻ ഹുവ മുഹ്താജുൻ മിസ്ലുക, നീ ബന്ധപ്പെടൽ നിന്റെ ആവശ്യത്തിന്റെ കാര്യത്തിൽ വിമൻ ഒരുവനോട് ഹുവ മുഹ്താജുൻ അവൻ ആവശ്യപ്പെടുന്നവനാണ് മിസ്ലുക നിന്നെ പോലെ തന്നെ അവനും ആവശ്യക്കാരനാണ്.
അള്ളാഹു അല്ലാത്തവരുടെ മേല് ആസ്പദനം കൊണ്ടാൽ അവൻ ചതിയിൽ പെട്ടുപോകും എന്നാണ് അതിന്റെ അർത്ഥം. ദായിമാവുകയില്ല. അള്ളാഹു അല്ലാത്തവരൊക്കെ ദായിമല്ലാത്ത ദായിമാകുന്ന ഒരുവന്റെ മേലെ ആസ്പദിച്ചോളി. വഹുവ ദായിമുൽ ഖദീം അല്ലദീ ലം യസൽ വലാ യസാൽ. قال بعضهم من اعتمد على غير الله فهو في غرور مما لا يدوم. ദായിമ അല്ലാത്ത ഒന്നുകൊണ്ട് ചതിയിൽപ്പെട്ടവനാണ്. വലാ യദൂമു ശൈഉൻ സിവാ. അല്ലാഹു അല്ലാതെ ഒന്നും ദായിമാവുകയില്ല. മഹാനായ അത്താഉൽ ഖുറാസാനി റളിയല്ലാഹു അൻഹു പറയാ, ഞാൻ വഹബ് ബിൻ മുനബ്ബിഹ് റളിയല്ലാഹു അൻഹു കണ്ടുമുട്ടിയപ്പോൾ ഞാൻ ഒരു ഹദീസ് പറഞ്ഞെന്നാണ്. ഞാനൊന്ന് മനഃപ്പാടമാക്കട്ടെ. ഹദീസ് വളരെ ദീർഘിക്കാനും പാടില്ല, വളരെ മൂജസുമാകണം, അർത്ഥവ്യാപ്തിയുള്ളതാകണം. ഖാല, മഹാനവറുകൾ പറഞ്ഞു, ഔഹല്ലാഹു തആല ഇലാ ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം, യാ ദാവൂദ് അമാ വഇസ്സതി വജലാലി, എന്റെ ഉന്നതിയും എന്റെ മഹത്വവും തന്നെ സത്യം. ലാ യസ്തൻസുറു ബി അബ്ദുൻ മിൻ ഇബാദി ദൂന ഖൽഖി, എന്നോട് എന്റെ ദാസന്മാരിൽ നിന്ന് എന്നെ കൊണ്ട് സഹായം ചോദിക്കുന്നു എന്റെ സൃഷ്ടിയെ കൂടാതെ. അയലമുദാലിക്കാൻ ഞാനത് മനസ്സിലാക്കുന്നുണ്ട്. മിന്നിയത്തി, അപ്പൊ നോക്കുമ്പോ അവന് ഈ വാനലോകത്തുള്ളവരും ഭൂമി ലോകത്തുള്ളവരും ആരെല്ലാം ഉണ്ടോ അവരെല്ലാവരും അവനെ ചതിക്കാൻ നോക്കിയാലും ഇല്ലാ ജഅൽതു ലഹു, ഞാൻ അവനാക്കി കൊടുക്കും മിൻഹുന്ന ഇവകളെ തൊട്ട് ഫറജൻ മഖ്റജോ എന്ന് മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ചു ദാവൂദ് നബി അലൈഹിസ്സലാമിനോട് അള്ളാഹു പറഞ്ഞതായ വിവരം പറയുന്നു. അതേകണക്ക് നേരത്തെ വേറൊന്നും, അമാ വഇസ്സതി വജലാലി വഅളമതി ലാ യസ്തഅസിമു അബ്ദുൻ മിൻ ഇബാദി ബിമഖ്ലൂഖിൻ ദൂനി, ഞാനല്ലാത്ത വല്ല സൃഷ്ടികളോടും ഏതെങ്കിലും ഒരു ദാസൻ ഇസ്മത്തിനെ തേടി, അയലമുദാലിക്കാൻ എനിക്കതറിയാൻ പറ്റും, അങ്ങനെ തേടിയാൽ ഇല്ലാ ഖതഅതു അസ്ബാബ സമാവാതി സബീ മിൻ ദൂനിഹി വഅസഖ്തുൽ അർള മിൻ തഹ്തിഹി ഫലാ ഉബാലി ഫീ അയ്യി വാദിൻ ഹനക, അവൻ എവിടെയെങ്കിലും പോയി ചത്തോട്ടെ ഞാൻ വെക്കും, കാരണം ഞാനല്ലാത്തവരിലേക്ക് പോയല്ലോ. ഇത് പറഞ്ഞുകൊണ്ട് ഇനി സിയാറത്തിനൊന്നും പോകണ്ടെന്നതിന് അർത്ഥമൊന്നുമില്ല. നമ്മൾ സിയാറത്തിന് പോകുന്നതായാലും മഹാന്മാരുടെ അടുത്ത് പോകുന്നതായാലും അള്ളാഹു അവർക്ക് കൊടുക്കുന്ന കഴിവ് കൊണ്ടാണ് നമുക്ക് തരുന്നത്, നമുക്ക് ബോധമുണ്ട്. അപ്പൊ നമ്മൾ യഥാർത്ഥത്തിൽ ചെന്നത് അള്ളാഹുലേക്ക് തന്നെയാണ്, ഔലിയാക്കന്മാരിലേക്കല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. ഈ വാർത്തയൊക്കെ വായിച്ചിട്ട് ആൾക്കാർ പറ്റിക്കും, നമ്മളെ പറ്റിക്കാതെ പറ്റിക്കലിൽ നമ്മൾ പെട്ടുപോകുന്നു. മനസ്സിലായില്ലേ?